ഞാനിപ്പോൾ നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ പവലിയനിലാണ്. ഇതാ ഇവിടെ ഏറ്റവും പുതിയ സിയറയെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് എന്നതാണ്. ഒരു മഞ്ഞ കളറിൽ ബ്യൂട്ടിഫുൾ കാർ എന്ന് വിശേഷിപ്പിക്കാം. ശരിക്കും നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും പ്രൊഡക്ഷൻ റെഡി മോഡൽ അല്ല. കാരണം ഇന്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്റീരിയർ ഓപ്പൺ അല്ല, പിന്നെ അവിടെ നമുക്ക് ഒരു ക്ലോസർ ആയിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഇന്റീരിയറിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. അത് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു വാഹനം പൂർണ്ണമായിട്ടും പൂനെയിലെ സ്റ്റുഡിയോയിലാണ് ഡിസൈൻ ചെയ്തതെന്ന് ഇതിൻ്റെ ഡിസൈനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ എന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചീഫ് ഡിസൈനറുടെ പേരിട്ടോ. അപ്പോൾ പുള്ളി ഈ ഒരു സിയറയായിട്ട് ലീവ് ചെയ്ത ഒരാളല്ല, അതായത് സിയറിനെ അങ്ങനെ ചെറുപ്പത്തിൽ കാണാത്ത ഒരാളാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഡിസൈനേഴ്സ് ഒക്കെ ഉള്ളത് പൂനെയിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്താൽ മതി എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് പൂനെയിലേക്ക് മാറുന്നത് എന്നതാണ്. ശരിക്കും ടാറ്റ മോട്ടോഴ്സിന് UK ഡിസൈനിങ് സ്റ്റുഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ, ഇത് കാണാൻ ഭയങ്കര സുന്ദരൻ ഒരു വാഹനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതിൽ പഴയ സിയറിന്റെ കുറെ എലമെന്റുകൾ നിലനിർത്തിയിട്ടുണ്ട്. പഴയ സിയർ അവിടെ ശരിക്കും ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് അവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത്. എൻ്റെ ഫ്രണ്ട് എന്ന് പരിശോധിക്കാം, പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാമ്പ് യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ലാമ്പിന്റെ പ്രത്യേകത, ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് ഡോട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു DRLന്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് സിയറ എന്ന് പറഞ്ഞ ലെറ്ററിങ്, ടാറ്റ മോട്ടോഴ്സിന്റെ ലോഗോയൊക്കെ കാണാം. അതുപോലെ ഈ ഒരു എലമെന്റ് നല്ല ഭംഗിയാണ്. ഓക്കെ, അതിങ്ങനെ സ്ലൈസ് പോലത്തെ ഒരു എലമെന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കണക്റ്റിംഗ് ലാമ്പ് നമ്മൾ പഞ്ചിലും അതുപോലെ തന്നെ നെക്സോണിലൊക്കെ കണ്ട് അതേപോലെ തന്നെയാണ് തോന്നുന്നത്. ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്, 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ട് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ലെവൽ 2 തന്നെ ആയിരിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു എയർ ഡാം യൂണിറ്റ് ഒക്കെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കാണാം. 4 പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ ഇത് ശരിക്കും ഹെഡ് ലാമ്പാണോ ഫോഗ് ലാമ്പാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നൂല്ലേ. എനിക്ക് തോന്നുന്നത് ഫോഗ് ലാമ്പ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഹെഡ് ലാമ്പ് വരിക എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതായിരിക്കാം ഹെഡ് ലാമ്പ് യൂണിറ്റ്. അതന്നെയാണ് വേണ്ട ചാമ്പറുകളായിട്ട്, പക്ഷേ ഭയങ്കര നാരോ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം. ശരിക്കും ഫ്രണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ടാറ്റയിൽ ഇപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു ഡിസൈൻ പാറ്റേണിൽ നിന്ന് നല്ല വ്യത്യാസമുള്ള ഒരു ഫ്രണ്ട് യൂണിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അഡാസ് ലെവൽ ഫീച്ചർ വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കുന്നതാണ്. പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ഈ വീഡിയോയും നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻവോൾവ് വണ്ണാണ്. അപ്പോൾ ഇൻവോൾവ് വൺ വാങ്ങാത്ത ആൾക്കാർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ് ശരിക്കും ഇൻവോൾവ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറിനകത്ത് ഉപയോഗിക്കാവുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഒരു 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസക്കാലയളവ് നന്നായിട്ട് നമ്മുടെ വാഹനത്തിനകത്ത് നല്ല സ്മെല്ല് തരാൻ വേണ്ടി അത് സഹായിക്കും എന്നതാണ്. അപ്പോൾ അത് വാങ്ങാത്ത ആൾക്കാർ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ലിങ്ക് കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. UAയിലും ആമസോണിലും അവൈലബിൾ ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് സൈഡ് പ്രൊഫൈലിൽ ശരിക്കും സിയറിന്റെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. അത് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ട് ശരിക്കും ഇത് 5 ഡോർ ആണ്. സൈഡിൽ 2 ഡോറുള്ള. മറ്റേ സിയറ ശരിക്കും 3 ഡോർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു എലമെന്റ്, അതായത് ഈ ഒരു ഭാഗം പഴയ സിയറിനകത്ത് ക്ലോസ്ഡ് ആയിരുന്നു. അത് അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാർട്ടർ പാനലിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ട് അത് നിലനിർത്തിയിട്ടുണ്ട്. അതെനിക്കൊരു നൈസ് ഡിസൈൻ ടച്ച് ആയിട്ട് തോന്നി. കാരണം ഒരു വൈകാരിക ടച്ച് എന്ന് പറയില്ലേ, ആ ഒരു ഫീലിങ്സ്, അത് ആ ഒരു സിയറിന്റെ ഒരു എലമെന്റ് നിലനിർത്തിയത് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സിയറ എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കാണാം. ശരിക്കും ഇത് സിയറ EV ആണോ ഐസ് എഞ്ചിൻ ആണോ എന്നുള്ളത് ഇപ്പോഴും റിവീൽ ചെയ്യാത്ത പോലെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത് 2 സൈഡിലും. ബാക്കിലെ ഡോർ ഇവിടെ കാണാം നമുക്ക്. അതുപോലെ വീലുകൾ നല്ല രസമുണ്ട്. റോട്ടിൽ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള വീലുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നൈസ്. 19 ഇഞ്ച് വീലുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. റോട്ടിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സെൻസർ കാണാം. അതുപോലെ തന്നെ ബ്ലാക്ക് ക്ലാഡിങ്, അത് പിയാനോ ബ്ലാക്കിനകത്താണ് കൊടുത്തേക്കുന്നത്. സൈഡ് വ്യൂ മിറർ കാണാം. അതിനകത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിററാണ്. ഇനി അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് സൂം ചെയ്ത് നോക്കാൻ ഓപ്ഷൻ ഉള്ളൂ. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാണാം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് കാണാം. ഇത് ക്ലോസർ ആണ് കേട്ടോ. കാരണം ഇത് പ്രൊഡക്ഷൻ റെഡി മോഡൽ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കാനാണ്. റൂഫ് റൈലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ യൂണിറ്റ് കാണാം. ശരിക്കും ഈ ഒരു സ്പോയിലർ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട്. 2 ടോളിലാണ് സ്പോയിലർ വന്നുള്ളത്. ഷാർക്ക് ഫിൻ ആന്റിന നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. സിയറ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ബമ്പറൊക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇനി വേറെ കാര്യം, ഇതിനകത്ത് ഒരു എക്സോസ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു എക്സോസ് പൈപ്പ് കാണാം. എനിക്ക് കാണുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. ആ എക്സോസ് പൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിപ്പം നിലവിൽ EV അല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ EVയിലും വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പുതിയ സിയറ അല്ലേ. സിയറ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം. സിയറയുടെ എക്സ്റ്റീരിയർ റിവ്യൂ. ഇനി ഞാൻ പഴയ സിയറയിട്ട് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഇതാണ്.
ഇതാണ് പഴയ സിയറ. 1991 മുതൽ 2003 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഭാഗമാണ്. ഇത് സൈഡിൽ നോക്കുന്ന സമയത്ത് 3 ഡോറാണ്, ഒന്ന് അപ്പുറത്തൊന്ന് ബാക്കിലൊന്ന്. ഈ ഒരു എലമെൻ്റാണ് ഇവർ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യാ നൈസ്. ടാറ്റ സിയറ എന്ന് പറഞ്ഞ ബാഡ്ജിങ് അതിൻ്റെ ഫ്രണ്ട് ഞാനൊന്ന് കാണിക്കാം. യാ ഇതാണ് സംഭവം. നൈസ് അല്ലേ? ഇതാണ് ശരിക്കും എന്താ പറയുക തുടക്കക്കാരൻ. അതിൻ്റെ ഇപ്പോഴത്തെ മോഡലാണ് ഇത്. ആടി പോകും.